ഞങ്ങളുടെ വീടിനടുത്തുള്ള റോഡാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന ഇതാണ് തട്ടാവാടി. തട്ടാവാടിക്കുള്ള പ്രത്യേകത വെച്ചാൽ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇല വാടി പോകും, ചുരുണ്ടു പോകും. അതാണ് തട്ടാവാടിക്കുള്ള പ്രത്യേകത. ഞങ്ങൾ യാത്ര തൊട്ടടുത്ത വീടാണ് കാണുന്നത്. എൻ്റെ ആൾക്കാരൊക്കെ ഓണേഴ്സൊക്കെ ഗൾഫിലാണ്. അടുത്ത മാസം എല്ലാവരും വരും. ഈ വീടിൻ്റെ പേര് ഇല്ലാത്തുമില്ല എന്നാണ്. അങ്ങനെ അവിടെ ഞങ്ങളെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീടാണ് ഈ കാണാൻ പോകുന്നത്. അറക്കൽ തറവാടാണ് ഈ കാണുന്നത്. നല്ല ആൾക്കാർ താമസമുണ്ട്. നല്ല വെള്ളത്താണ് ബ്ലോക്കുകൾ കൊടുക്കാൻ ചില കുറവിൽ കിട്ടും. ബ്ലോക്കുകളുണ്ട് ഈ ഭാഗത്ത്. നമുക്ക് കൊടുക്കാനുള്ള ബ്ലോക്കാണ്. ഞങ്ങൾ ഈ വഴിയൊക്കെ റോഡൊക്കെ മഹാമോശമാണ്. അതായത് വെള്ളം കെട്ടി നിൽക്കും. അടുത്ത തന്നെ പഞ്ചായത്ത് വന്നിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു നെല്ലിമരാണ് കാണുന്നത്. എല്ലാ കൊല്ലം കായ്ക്കാറുണ്ട്. പ്രാവശ്യം നേരത്തെ കാഴ്ച വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീടാണ് കാണുന്നത്. ഭയങ്കര വലിയ വീടാണ് കാണുന്നത്. ഈ കാണുന്നത് വലിയ വീടാണ്. ഗൾഫുകാരാണ് ഓണേഴ്സ്. ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പ്ലോട്ടും കൊടുക്കാനുള്ളതാണ്. ഇത് 1.5 ലക്ഷമൊക്കെ വില പറയുന്നു സെൻറ്റിന്. നല്ല സ്ഥലമുണ്ട്. 50 സെൻറ്റോളം സ്ഥലമുണ്ട്. അങ്ങനെ വീട്ടിലിപ്പോൾ അവിടെ താമസമുണ്ട്. ഇങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലോട്ടുകൾ തന്നെയാണ്. ഈ സൈഡിലുള്ള പുറത്തെ സൈഡിലുള്ള എല്ലാം കൊടുക്കാനുള്ളതാണ്. വേറെ പ്ലോട്ട് കാണാൻ പോകുന്നത് മതിൽ കെട്ടിയാണ്. ഫുൾ മതിൽ കെട്ടിയുള്ള പ്ലോട്ടാണത്. ഇത് 50 സെൻറ്റോളം ഉണ്ട്. ഇതും കൊടുക്കാനുള്ളതാണ്. ഞങ്ങൾ റോട്ടിലൂടെ കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടി ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം. ഇതാണ് വലിയ ഫുഡ് കൊടുക്കാനുള്ളതാണ്. 1 ഏക്കറുകളുണ്ട്. 1 ഏക്കറ് കഷ്ടി സ്ഥലം. ഇവിടെ പശുവിനൊക്കെ കെടുന്ന സ്ഥലങ്ങളാണ്. നമ്മളെ വീട്ടിലെ പശുവിനൊക്കെ ഇവിടെ കെട്ടാറ് സാധാരണ. അങ്ങനെ അടുത്ത വീട് ഗോവക്കാരനാണ്. ഗോവയിൽ താമസിക്കുന്ന ആളെ വീടാണ്. നമുക്ക് ബിസിനസ്സാണ് അവിടെ ജോലി. ബിസിനസ്സാണ്. അങ്ങനെ അടുത്ത വീട് അതാകുന്ന വീട് മുസ്ലിംസ് താമസിക്കുന്ന വീടാണ്. ഇവിടെ മൊത്തത്തിൽ വീടുകൾ കുറവാണ്. എന്നാലും കുറേ വീടുകൾ മുമ്പത്തെ പോലെയല്ല, കുറേ വീടുകൾ വന്നിട്ടുണ്ട് ഇവിടെ. സ്ഥലത്തിന് വില കുറവായിരുന്ന ആൾക്കാർ ഇത് വരാൻ സാധ്യതയുണ്ട്. ഇതിലോട്ടും കൊടുക്കാനുള്ളതാണ്. ഞങ്ങൾ ഗ്രൗണ്ടായ സ്ഥലമുണ്ട് ഇവിടെ, കണ്ടുപോകണം. ഇവിടെ റോഡ് മോശമാണ്. പഞ്ചായത്ത് നന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മാസം അടുത്ത മാസം ശരിയാക്കുമെന്ന് വിചാരിക്കും. നല്ല ഇളനീര് കിട്ടുന്ന നല്ല തെങ്ങുകളുണ്ട് അവിടെ. ഇളനീര് മാത്രം ഉപയോഗിക്കുന്ന തെങ്ങാണ്. ഇളനീരിന് മാത്രം ഉപയോഗിക്കുന്ന തെങ്ങാണ്. ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്രൗണ്ടാണ്.
ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. കുട്ടികളൊക്കെ വന്ന് വൈകുന്നേരം കളിക്കാറുണ്ട് ഇവിടെ, ഫുട്ബോളും മറ്റെല്ലാ കളികളും. ഇവിടെ കണ്ടമാനം മയിലുള്ള സ്ഥലമാണ്. മയിൽ വൈകുന്നേരം ആയതുകൊണ്ട് ഇല്ലാത്തതാണ്. മയിലുകളൊക്കെ വരും. അവിടെ ഒരു ടെറസ് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ കാടാണ്, മരങ്ങൾ കണ്ടമാനം നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറുക്കന്മാരെ ശല്യം നല്ല മാതിരി ഉണ്ട്. നല്ല ഗ്രൗണ്ടാണിത്. അപ്പുറത്ത് വെച്ച് കാടാണ്, കാടുള്ള സ്ഥലങ്ങളുണ്ട് ആ ഭാഗത്ത്. ഈ ഭാഗത്തൊക്കെ കാടുകളിൽ കുറച്ച് ഇത് പ്ലോട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ എടുത്ത വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് വീണ്ടും കാണാം. പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. ഓക്കെ, എല്ലാം അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം നിർത്താണ് വീഡിയോ. അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് കമൻറ്റ്, പ്ലീസ് ലൈക്ക്.